പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ ഹലോ ഉറക്കപ്പാടു എന്ന പാഠമാണ്. ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെപ്പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. എങ്ങനെ? നമുക്ക് നോക്കാം. ഹലോ ഉറക്കപ്പാടു. ഹിയട ഹിയ. ഹായ്, എന്ത് രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. അവൻ താഴേക്കു നോക്കി. അതാ ദൂരെ, അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദ കുട്ടി. ഹോ, ഇവളുടെ ഒരു കാര്യം. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തയുടെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചീർക്കിൽ വളച്ചൊട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ്. ഋണീം 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 ഋണീം. നൂൽ ഫോൺ അടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. പരിഭ്രമം കലർന്ന സ്വരം. അങ്ങേ തലയ്ക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ആ, കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു, നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദം ഇടറി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്. എൻ്റെ പുന്നാര താത്തയല്ലേ. അവൻ കെഞ്ചി. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപ്പാരാ വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ. അത് നിന്നെ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഞാൻ എങ്ങും പോവില്ല. പാറിപ്പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കണ്ട. എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ, ആപത്താണത്. നീയൊന്ന് ബേജാറാവാണ്ടിരിക്കെ. ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണവൻ. പട്ടൂസേ, പ്ലീസ്, ഇനിയും മുകളിലോട്ട് പോകല്ലേ. ഇതിനിടയിൽ അത് സംഭവിച്ചു. ടക്ക്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം എൻ്റെ പട്ടൂസ്, അവനിനി എങ്ങനെ താഴെ വരാനാ? നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ഹായ്, നല്ല രസം. ഇപ്പോഴവൻ അമ്പിളിയെ കൈനീട്ടിത്തൊടാം. നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്നു നോക്കി. കൂരാകൂരിരുട്ട്. അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്താ, ഹലോ. പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അയ്യോ, ഇനി എന്തു ചെയ്യും? അവന് കരച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു. എനിക്കിത്തേ കാണണം. എവിടെ അവളുടെ വീട്? അമ്പിളി മാമൻ അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. അറിയില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ, മേടക്കാറ്റല്ലേ? ഒരു സഹായം വേണമല്ലോ. എന്താ വേണ്ടത്? പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം. വേഗം വേണം. അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു. അതിന് എവിടെ ആബിദക്കുട്ടിയുടെ വീട്? ഷെടാ, ഇതാണിപ്പോൾ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറിയിറങ്ങാറുള്ളത്.
നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്ക്. എന്തോ പിടികിട്ടിയതുപോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നു പോയി. കുളിരേറ്റതുകൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. എനിക്കൊരു പാട്ട് പാടിത്തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം. പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിന്റെ നനവ്, കാറ്റിന്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്ത് കടന്നു. നീല വിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിന്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്ന് ഉറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളിമാമന്റെ ഫോൺ. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ്. ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത്? വർണ്ണക്കടലാസുകൾ മുറിച്ച് പട്ടൂസിനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവൻ കരയാതിരിക്കാനും വേദനിക്കാതിരിക്കാനും ആബിദ ശ്രദ്ധിച്ചു. ഇരുട്ടായിട്ടും പട്ടൂസ് താഴേക്ക് വരാതിരുന്നപ്പോൾ അവൾ ഇടറിയ ശബ്ദത്തിൽ അവനെ താഴേക്ക് വിളിച്ചു. നൂലുപൊട്ടി പട്ടൂസ് എവിടെയെങ്കിലും പോയി വീഴാതിരിക്കാൻ ആബിദ കഴിവതും ശ്രമിച്ചു. പട്ടൂസും ആബിദയെ ഇത്താത്ത എന്നാണ് വിളിക്കുന്നത്. ഇത്തയെ കാണാതായപ്പോൾ പട്ടൂസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ നിന്നൊക്കെ പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത്? ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് ആബിദ, പട്ടൂസ്, അമ്പിളിമാമൻ, മേടക്കാറ്റ് എന്നിവർ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്പിളിമാമനെയാണ്. കൂരിരുട്ടിൽ ഒറ്റപ്പെട്ടു പോയി കരച്ചിലടക്കാൻ കഴിയാതിരുന്ന പട്ടൂസിനെ അമ്പിളിമാമൻ ചേർത്ത് പിടിച്ച് കാര്യം അന്വേഷിച്ചു. മേടക്കാറ്റിന്റെ സഹായത്താൽ പട്ടൂസിനെ ആബിദയുടെ അടുത്തെത്തിച്ചു. അതിനുശേഷവും ആബിദക്കുട്ടിയുമായും പട്ടൂസുമായും ഫോണിലൂടെ ബന്ധം നിലനിർത്തുകയും ചെയ്തു. സമാന പദങ്ങൾ നോക്കാം. ആകാശം, വാനം, വാനം, ഗഗനം. മഞ്ഞ്, ഹിമം, തുഷാരം, പ്രാലേയം. കണ്ണീർ, അശ്രു, ബാഷ്പം, നേത്രാംബു. കാറ്റ്, അനിലൻ, മാരുതൻ, പവനൻ. കൈ, പാണി, ഹസ്തം, കരം. ചന്തം, അഴക്, ഭംഗി, മോടി. ചന്ദ്രൻ, ഇന്ദു, ശശി, തിങ്കൾ. ചിറക്, പത്രം, പക്ഷം, പതത്രം. പിരിച്ചെഴുതാം. കത്രിക എടുത്ത്, കത്രിക അധികം എടുത്ത്. ഇക്കിളിയായി, ഇക്കിളി അധികം ആയി. പറത്തി തുടങ്ങി, പറത്തി അധികം തുടങ്ങി. കഥയാകെ, കഥ അധികം ആകെ. അതെടുത്ത്, അത് അധികം എടുത്ത്. മട്ടില്ല, മട്ട് അധികം ഇല്ല.